ഭീമ കൊറേഗാവ് കേസിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗൗതം നവലേഖയ്ക്ക് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ബൽറാം തുടങ്ങി. ബൽറാം, 2020 ഏപ്രിലിലാണ് അറസ്റ്റ്. അപ്പോൾ 4 വർഷങ്ങൾക്ക് ശേഷം ജാമ്യമല്ലേ? ഹഷ്മി, തീർച്ചയായും 4 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യാവകാശ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ഗൗതം നവ്ലാഖയ്ക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്നതിനാൽ 20 ലക്ഷം രൂപ അടയ്ക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹഷ്മി സൂചിപ്പിച്ച പോലെ 2020 ഏപ്രിലാണ് ഭീമ കൊറേഗാവ് സംഘർഷത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ശാരീരികമായ അസ്വാസ്ഥ്യം ഉൾപ്പെടെയുള്ളവ പരിഗണിച്ച് സുപ്രീം കോടതി അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിയിരുന്നു. 2023 ഡിസംബറിൽ ഹൈക്കോടതി നവ്ലാഖയ്ക്ക് ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ NIAക്ക് സമയം അനുവദിച്ചുകൊണ്ട് ആ ജാമ്യവിധി ഹൈക്കോടതി തന്നെ സ്റ്റേ ചെയ്തിരുന്നു. നവ്ലാഖ ഭീകരപ്രവർത്തനം ചെയ്തു എന്നതിന് തെളിവില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണം. ആ നിരീക്ഷണം സുപ്രീം കോടതിയും ശരിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഗൗതം നവലേഖ 4 വർഷമായി ജയിലിലാണ്, വിട്ടുതടങ്കലിലായിരുന്നു. അപ്പോൾ 20 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറയുമ്പോൾ പോലും നവലേഖ അത്തരത്തിൽ ഭീകരപ്രവർത്തനം നടത്തിയതിന് തെളിവില്ല എന്ന ബോംബെ ഹൈക്കോടതി വിധി ശരിവെക്കുന്നു സുപ്രീം കോടതി. നവലേഖയ്ക്ക് 4 വർഷത്തിന് ശേഷം ജാമ്യം.